എന്തുകൊണ്ട് സലഫി മൻഹജ് തന്നെ? എന്തുകൊണ്ടത് സ്വീകരിക്കണം? എന്താണ് അതിന് പ്രത്യേകമായ ഒരു പ്രത്യേകത? ഇവിടെ ഒരുപാട് വഴിയും ഒരുപാട് ആശയങ്ങളും അതിൻ്റെ വക്താക്കളുമുണ്ടല്ലോ. ലോകത്ത് പലതുമുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്തിൽ നമുക്ക് പരിചയമുള്ള പലരുമുണ്ട്. ഖുറാഫികളായ ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷം എന്നുള്ള ചില ഖുറാഫി പണ്ഡിതന്മാർ പറയുന്ന പാരമ്പര്യ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ഈ നാട്ടിലെ പാരമ്പര്യം ഒരു പക്ഷേ അവർക്കായിരിക്കാം. എനിക്കതിൻ്റെ കൃത്യമായ ചരിത്രവും ഇവിടെ എന്നത് വന്നു, എങ്ങനെ വന്നു എന്നുള്ളത് എനിക്കറിയുകയില്ല. എന്നാൽ ദീനുൽ ഇസ്ലാമിൻ്റെ പാരമ്പര്യം അവരുടെ കയ്യിലല്ല. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പാരമ്പര്യം ഇവിടെയുള്ള ഖുറാഫി ശിർക്കും ഖുറാഫാത്തും ഖബർ പൂജയും ഖബറാരാധനയുമായി നടക്കുന്ന ഖുറാഫിയുടെ കയ്യിലല്ല ദീനുൽ ഇസ്ലാമിൻ്റെ പാരമ്പര്യം. ഈ ഖുറാഫിയുടെ മാർഗം എന്തുകൊണ്ട് സ്വീകരിക്കാൻ പറ്റൂല? ജമാഅത്തെ ഇസ്ലാമിയുണ്ട്. ലോകത്തുള്ള മുസ്ലിമീങ്ങളുടെ എല്ലാവരുടെയും കാര്യങ്ങൾ വളച്ചു കെട്ടിക്കൊണ്ട് ഞങ്ങളാണ് അതിൻ്റെ ആളുകൾ എന്ന് അവകാശപ്പെടുന്ന ജമാഅത്ത് ഇസ്ലാമിൻ്റെ മാർഗം എന്തുകൊണ്ട് പറ്റൂല? തബ്ലീഗ് ജമാഅത്തിൻ്റെത് എന്തുകൊണ്ട് പറ്റൂല? ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഹദീസ് നിഷേധത്തിൻ്റെ വക്താക്കളായി അറിയപ്പെടുന്ന പല ആളുകളുമുണ്ട്, പ്രത്യേകിച്ച് ഇസ്ലാഹി പ്രസ്ഥാനം പോലത്തെ. എന്തുകൊണ്ടത് പറ്റൂല? സലഫി മൻഹജ് തന്നെ വേണം, അത് തന്നെ സ്വീകരിക്കണം. എന്തുകൊണ്ട്? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് കൃത്യമായ ഒരുപാട് മറുപടികൾ നമുക്ക് പറയാൻ കഴിയും. എന്തുകൊണ്ടാണ് സലഫി മൻഹജ് അത് തന്നെയാണ് ഉത്തമമായത്, അത് തന്നെ സ്വീകരിക്കണം? എന്തുകൊണ്ട്? لأنهم فقط من يدرس التوحيد والعقيدة الصحيحة. ഈ പറയുന്ന സലഫികൾ മാത്രമാണ് തൗഹീദ് എന്താണ് എന്ന് കൃത്യമായി പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും. സലഫികൾ മാത്രമാണ്. തൗഹീദുല്ലാഹി, തൗഹീദിന്റെ 3 ഇനങ്ങളാകും. തൗഹീദുർ റുബൂബിയത്താണെങ്കിൽ, തൗഹീദുൽ ഉലൂഹിയത്താണെങ്കിൽ, തൗഹീദുൽ അസ്മാഉ വസ്സിഫാത്താണെങ്കിൽ ഇത് കൃത്യമായി പഠിക്കുന്നവർ, ഇത് കൃത്യമായി പ്രബോധനം ചെയ്യുന്നവർ, ഇത് പഠിപ്പിക്കുന്നവർ സലഫികൾ മാത്രമാണ്. ശരിയായ വിശ്വാസം, ദീനുൽ ഇസ്ലാമിൻ്റെ അടിത്തറയായ അഖീദക്ക് പ്രാധാന്യം കൊടുക്കുന്നവർ ഇവർ മാത്രമാണ്. നമ്മുടെ നാട്ടിലുള്ള സലഫി പേരിൽ അറിയപ്പെട്ടവർ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ മൻഹജ് കൃത്യമായി പഠിച്ച് ഫോളോ ചെയ്യുന്നവർ മാത്രമാണ് ശരിയായ അഖീദ അത് പഠിക്കുന്നത്, പഠിപ്പിക്കുന്നവർ. വഹും ഫഖത്ത് മൻ യുഹാരിബു ശിർക വഇബാദത്തുൽ ഖുബൂരി വസ്സഹറത്തി വൽമുശാവിദീൻ വൽകഹനത്തി വൽ അറാഫീൻ. ഈ പറയുന്ന സലഫികൾ മാത്രമാണ് ശിർക്കിനോട് സമരം ചെയ്യുന്നവർ, തൗഹീദിന് വിരുദ്ധമായ ഷിർക്കിനോട് സമരം ചെയ്യുന്നവർ. അത് തെറ്റാണ്, അതിനെതിരിൽ ദഅവത്ത് നടത്തുന്നവർ. ആ പറയുന്ന ഷിർക്ക് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ എതിർക്കുന്നവർ ഈ സലഫികൾ മാത്രമാണ്. ഖബറാരാധനയെ എതിർക്കുന്നവർ സലഫികൾ മാത്രമാണ്. മാരണത്തിൻ്റെ ആളുകളുടെ എതിർപക്ഷത്തുള്ളവർ, ചീത്ത മന്ത്രവാദത്തിൻ്റെ എതിർവശത്തുള്ള ആളുകൾ, ജ്യോത്സ്യന്മാരുടെയും അതേപോലെ തന്നെ മട്ടക്കാരും മറഞ്ഞ കാര്യങ്ങൾ അറിയും എന്ന് അവകാശപ്പെട്ട് നടക്കുന്ന ആളുകൾ തെറ്റാണ് എന്ന് പറയുന്നത് സലഫികൾ മാത്രമാണ്. വഹും ഫഖത്ത് മൻ യഅ്തനൂന ബിമഅരിഫത്തി സ്വഹീഹി മിനൽ ളഈഫി മിനൽ അഖ്ബാരിൻ നബവിയ്യത്തി വൽ ആഥാരി സലഫിയ്യത്തി അല്ലതി ജാഅത് അനിസ് സലഫ്. ഈ പറയുന്ന സലഫികൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് വന്ന ഹദീസുകളുടെ കൂട്ടത്തിൽ ഇത് സഹീഹാണ്, ഇന്നത് ളഈഫാണ്, ഇത് സ്വീകരിക്കാൻ പറ്റുന്നതാണ്, ഇത് ബലഹീനമാണ് എന്ന് കൃത്യമായി പറഞ്ഞ് പഠിപ്പിക്കുന്നവരും അത് പരിഗണിക്കുന്നവരും സലഫികൾ മാത്രമാണ്. മുൻഗാമികളിൽ നിന്ന് വന്ന ആധാറുകൾ, അവരിൽ നിന്ന് അധ്യാപനങ്ങൾ, അതിൽ സ്വീകാര്യോഗ്യമായത് ഇന്നതാണ്, അത് ബലഹീനമായത് തള്ളേണ്ടത് ഇന്നതാണ് എന്ന് കൃത്യമായി പറയുന്നവരും പഠിക്കുന്നവരും അന്വേഷിക്കുന്നവരും പഠിപ്പിക്കുന്നവരും സലഫികൾ മാത്രമാണ്. വഹും ഫഖത്ത് മൻ യുഹാരിബുൽ ബിദ്അ വൽ മുഹ്ദസാത്തി വയുഹദ്ദിറു മിൻഹ. അനാചാരങ്ങൾ, ബിദ്അത്തുകൾ, ആ പറയുന്നതിനെ കുറിച്ച് താക്കീത് നൽകുന്നവർ സലഫികൾ മാത്രമാണ്. നിങ്ങൾ തബ്ലീഗ് ജമാഅത്തിന്റെ അടുത്ത് ചെന്നാൽ അവരടുത്തുള്ള ഫളായിലുൽ അമാലിന്റെ ഏറ്റവും മഹത്തായ അവർ കാണുന്ന കിതാബിൽ ളഈഫായ മൗളൂആയ ധാരാളം ഹദീസുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഖുറാഫികൾ യാതൊരു തെളിവുമില്ലാതെ ദീനുൽ ഇസ്ലാമിൽ നിരന്തരം കാര്യങ്ങൾ കടത്തിക്കൂട്ടി കൊണ്ടുപോകുന്നത് കാണാൻ കഴിയും. അഖ്ലാനികളായ ആളുകൾ സഹീഹായ ഹദീസുകൾ അവരുടെ മുന്നിൽ കൊണ്ടുപോയി കൊടുത്താൽ പോലും അവരെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതിന് മേൽ പരസ്യമായി തള്ളുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ മറ്റുള്ള ഏതെങ്കിലും ദീനിൻ്റെ വക്താക്കളാണ് എന്ന് പറയുന്ന ആളുകൾ അവരുടെ എഴുത്തുകളിലോ അവരുടെ പ്രസംഗങ്ങളിലോ പരിശുദ്ധ ഖുർആൻ അവർക്ക് തോന്നുന്ന നിലയ്ക്ക് വ്യാഖ്യാനിച്ച് പാരായണം ചെയ്യുമെന്നല്ലാതെ
സ്വഹീഹായ ഹദീസുകൾ അതിൻ്റെ സനദോടുകൂടെ കൃത്യമായി അവരുടെ വാക്കുകളിലോ എഴുത്തുകളിലോ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല. ആ ഹദീസുകളെങ്ങാനും അവർ പറഞ്ഞാൽ അവർ സ്വീകരിച്ച മൻഹജിന് അത് കടുക വിരുദ്ധമാകും. ആളുകൾ അവരുടെ വൈരുദ്ധ്യങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ വഹും ഫഖത്ത് മൻ യുഹദ്ദിറൂന മിന തഅസ്സുബിൽ മദ്ഹബി വത്തഅഫുനിൽ ഖൗമി വത്തശർദുമിൽ ഹിസ്ബി. ഈ പറയുന്ന സലഫികൾ മാത്രമാണ് മദ്ഹബി പക്ഷപാതിത്വത്തിൻ്റെ പിന്നിൽ പോകാതെ ദലീലിൻ്റെയും തെളിവിൻ്റെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ദുഷിച്ച ദേശീയതകൾ, അതേപോലെ തന്നെ കക്ഷിത്വങ്ങൾ, നമ്മുടെ ഷെയ്ഖ് പറഞ്ഞത് ആ ഷെയ്ഖിൻ്റെ നാട്ടിൽ പോയി അയാളെ സദസ്സിൽ പോയി മാത്രമേ കാര്യങ്ങൾ കേൾക്കാവൂ, മറ്റുള്ളവർ മുഴുവനും മൻഹജിൻ്റെ പുറത്താണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കക്ഷിത്വങ്ങൾ, അതിനെക്കുറിച്ച് ശക്തമായി താക്കീത് നൽകൽ യഥാർത്ഥ സലഫികൾ മാത്രമാണ്. വഹും ഫഖത്ത് മൻ യുഫ്തൂന ബിദ്ദലീൽ. സലഫികൾ മാത്രമാണ് ദീനിൻ്റെ മസ്അലകൾ ഫത്വ പറയുന്ന സമയത്ത് കൃത്യമായ തെളിവ് അവതരിപ്പിച്ചുകൊണ്ട് ഫത്വകൾ നൽകൽ. അതേപോലെ തന്നെ അന്ധമായ അനുകരണം അത് തെറ്റാണ് എന്ന് പറയൽ. എത്ര വലിയ കിബാറുകളായ സലഫി മൻഹജിൽ അറിയപ്പെട്ട എത്ര വലിയ ഇമാമുകളാണെങ്കിലും, ഇമാം ഷാഫിഈ ആണെങ്കിലും, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയാണെങ്കിലും, അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ആണെങ്കിലും തെളിവിന് വിരുദ്ധമായി അവരിൽ നിന്ന് ഏതെങ്കിലും വിഷയങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഹദീസിനെതിരാണ്, അത് അദ്ദേഹം പറഞ്ഞ അതിന് വിരുദ്ധമാണ്, ഇവിടെ സഹിയായ ഹദീസ് ഉണ്ട് എന്ന് പറയൽ സലഫികൾ മാത്രം. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു വെച്ചു പോയ വാക്കുകളുണ്ട്. എൻ്റെ വാക്കുകൾ അതിന് വിരുദ്ധമായി സഹിഹായ ഹദീസുകൾ നിങ്ങൾക്ക് കിട്ടിയാൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് സഹിയായി നിങ്ങൾക്ക് കിട്ടി, ഞാൻ പറഞ്ഞത് അതിന് വിരുദ്ധമാണെങ്കിൽ എൻ്റെ വാക്ക് നിങ്ങൾ ചുമരിലേക്ക് എറിഞ്ഞോണ്ടി, നിങ്ങൾ എൻ്റെ വാക്ക് സ്വീകരിക്കരുത്. ഇത് സലഫികൾ മാത്രം എടുത്ത നിലപാടുകളാണ്. ആ ഇമാമിങ്ങൾ അന്ന് പറയാൻ കാരണം പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ആയത്തുകൾ അവർ മനസ്സിലാക്കി ഫത്വ നൽകി എന്നുള്ളത്. അവർക്ക് ഈ ഹദീസ് കിട്ടിയിട്ടില്ലായിരുന്നു. അന്ന് ഇതുപോലെ സുലഭമായത് കിട്ടുന്ന സാഹചര്യമില്ലായിരുന്നു. അതല്ലാതെ അള്ളാഹുവിൻ്റെ റസൂലിനെ എതിര് ചെയ്തതല്ല. പക്ഷേ അവർ സൂക്ഷ്മത കൊണ്ട് പറഞ്ഞു, എൻ്റെ ഹദീസ് സഹീഹായ, എൻ്റെ വാക്കുകൾ സഹീഹായ ഹദീസിന് വിരുദ്ധമായി കണ്ടാൽ നിങ്ങൾ എൻ്റെ വാക്ക് ചുമരിലേക്ക് എറിഞ്ഞോണ്ടി. ആ പറയുന്ന വാക്ക് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, കുല്ലുൻ യുഖദു മിൻ ഖൗലിഹി വയുറദ്. ആരാണെങ്കിലും അവർ പറഞ്ഞത് സ്വീകരിക്കാൻ പറ്റുന്നതും തള്ളേണ്ടതുമുണ്ടാകും. ഇല്ലാ സാഹിബു ഹാദിൽ ഖബർ. ഈ ഖബറിൽ കടക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് മുഴുവനും സ്വീകരിക്കേണ്ടതാണ്. ഈ പറയുന്ന അദബ്, ഈ പറയുന്ന മര്യാദ ഇത് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ സലഫികൾ മാത്രമാണ്. വഹും ഫഖത്ത് മൻ യുഹദ്ദിറു മിനൽ ഫുജൂരി വസ്സുഫൂർ വസായിരി അസ്നാഫിൽ മലാഹി വശുറൂർ. സലഫികൾ മാത്രമാണ് അധാർമികതയ്ക്ക് എതിര് നിൽക്കുന്നത്. അധാർമികതകൾ, തമ്മാടിത്തരം പിടിച്ച കാര്യങ്ങൾ അത് തെറ്റാണ് എന്ന് കൃത്യമായി പറയുന്ന ആളുകൾ സലഫികളാണ്. അതേപോലെ തന്നെ അഴിഞ്ഞാട്ടങ്ങൾ തെറ്റാണ് എന്ന് പറയുന്നത് സലഫികളാണ്. ചില ഭാഗത്ത് സ്ത്രീകളും പുരുഷന്മാരും ഇടകലരുന്നത് തെറ്റാണ്, ദീനിന് വിരുദ്ധമാണ് എന്ന മൗലവിമാർ ചിലപ്പോൾ ഫത്വ കൊടുക്കും. ആ പറയുന്ന മൗലവിമാരുടെ ജാറങ്ങളിലും ദർഗകളിലും അവരുടെ മീലാദ് നബിദിന ആഘോഷങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലും ആണും പെണ്ണും ഇടകലരുന്നതിന് അവർക്ക് യാതൊരു തെറ്റുമില്ല, ദീനിന് യാതൊരു വിരുദ്ധത്തിൽ. ഇങ്ങനത്തെ ഇരട്ടത്താപ്പായിരിക്കും ഖുറാഫി മൗലവിമാരുടെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുക. ആണും പെണ്ണും ഇടകലർന്നുകൊണ്ട് എക്സസൈസ് ചെയ്യുന്നതും അതേപോലത്തെ കാര്യങ്ങളൊക്കെ തെറ്റാണ്. അവരുടെ ജാറങ്ങളിൽ, അവരുടെ ദർഗകളിൽ, അവരുടെ നബിദിനാഘോഷങ്ങളിൽ ആണും പെണ്ണും ഇടകലർന്നുകൊണ്ട് കാണുന്നില്ലേ? അത് തെറ്റാണ് എന്നവർ പറയാൻ തയ്യാറാകുന്നില്ല. സലഫികൾ പറയും, അന്യ സ്ത്രീകളും പുരുഷന്മാരും ഇടകലരുന്നത്, ഇസ്ലാമികമായ കൃത്യമായ ഹിജാബ് ശറഇല്ലാതെ പെണ്ണുങ്ങൾ പുറത്തിറങ്ങുന്നത് ദീനുൽ ഇസ്ലാമിന് വിരുദ്ധമാണ്, ദീനുൽ ഇസ്ലാമിന് എതിരാണ് എന്ന് കൃത്യമായി പറയും. അതേപോലെ തന്നെ തെറ്റായ കളിവിനോദങ്ങൾ ദീനുൽ ഇസ്ലാമിന് വിരുദ്ധമാണ് എന്ന് പറയുന്നത് സലഫികൾ മാത്രമാണ്. മറ്റുള്ള ആളുകൾ ഇല്ലാത്ത പാട്ടുകൾ ഇസ്ലാമിൻ്റെ പേരിൽ, ഇല്ലാത്ത വിനോദങ്ങൾ ഇസ്ലാമീകരിച്ചുകൊണ്ട് സമൂഹത്തിന് അതിലേക്ക് ഇറക്കിവിടുന്നവരായിരിക്കും. വഹും ഫഖത്ത് മൻ യദ്ഊന ലിതർക്കിൽ ഇൻഖിലാബാതി വത്തഫ്ജീറാതി വൽമുലാഹറാതി വസൗറാത്ത്. സലഫികൾ മാത്രമായിരിക്കും അട്ടിമറി പ്രവർത്തനങ്ങൾ, ഭരണകൂടങ്ങളെ അട്ടിമറിക്കുക, അത് തെറ്റാണ് എന്ന് പറയുന്നത് സലഫികൾ മാത്രം. അതേപോലെ തന്നെ ബോംബ് സ്ഫോടനങ്ങളും മറ്റും ദീനുൽ ഇസ്ലാമിൽ പെട്ടതല്ല എന്ന് പറയൽ സലഫികൾ മാത്രം. പ്രകടനങ്ങൾ ദീനുൽ ഇസ്ലാമിൽ പെട്ടതല്ല, വിപ്ലവങ്ങൾ ദീനുൽ ഇസ്ലാമിൽ പെട്ടതല്ല. ഭരണാധികാരികൾ അട്ടിമറിക്കാൻ, ഭരണകൂടത്തിനെ പുറത്താക്കാൻ, ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ ദീനുൽ ഇസ്ലാമിൽ പെട്ടതല്ല എന്ന് വെട്ടിത്തുറന്ന് കൃത്യമായി സലഫികൾ മാത്രമേ പറയുള്ളൂ. വലാ യുനാഫിസൂന അലാ മുൽക്കി അഹദിൻ. ഏതെങ്കിലും ഒരാളെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഇവർ മത്സരിക്കാൻ പോകൂല.
വലാ യുനാഫിഖൂന അഹദൻ മിനൽ മുലൂക്, ഏതെങ്കിലും ഭരണാധികാരിയുടെ അടുത്ത് ചെന്നോട് കാപട്യം കാണിക്കൂല. അവരെ മുന്നിൽ ചെല്ലുമ്പോൾ നല്ല ആളുകൾ, ഇപ്പുറത്ത് തിരിഞ്ഞാൽ അവർക്ക് എതിരായുള്ള പ്രവർത്തനം നിഫാഖ് സലഫികളുടെ അടുത്തുണ്ടാകൂല. എന്നാൽ വലാ തറാഹും ബി അബ്വാബി സലാത്തീൻ, ഭരണാധികാരികളുടെ വാതിൽക്കൽ അവരുടെ പണക്കിഴികൾക്ക് വേണ്ടി കാത്തുകെട്ടി നിൽക്കാൻ സലഫികളെ നിങ്ങൾ കാണുകയില്ല. അതോടുകൂടെ സുമ്മഹും അഹ്ലുസ് സമഇ വത്വാഅത്തി ഫിൽ മൻശതി വൽ മക്റഹി വഫി അസ്റത്തിൻ അലൈഹിം, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ കൃത്യമായ അധ്യാപനം. ഭരണാധികാരികൾ മുസ്ലിം ഭരണാധികാരികളാണെങ്കിൽ അവർ പറയുന്നത് കേൾക്കണം, അവർക്കനുസരിക്കണം. നമുക്ക് പറ്റിയാലും പറ്റിയില്ലെങ്കിലും അവർ നമ്മെ പുറത്തടിച്ചാലും അവരുടെ നമ്മുടെ സമ്പത്ത് പിടിച്ചാലും ഭരണാധികാരികൾക്ക് അനുസരിക്കണം, അവർ പറയുന്നത് കേൾക്കണം എന്ന് പറയുന്ന ആ അധ്യാപനം കൃത്യമായി പാലിക്കാൻ സലഫികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സലഫികൾ എന്ന് പറയുന്നവർ അതിൽ ദീനിൻ്റെ ആളുകളുടെ ആരാധനാപരമായ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയ ഫുഖഹാക്കളും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകൾ കൃത്യമായി പഠിച്ച് അത് പഠിപ്പിക്കുന്ന മുഹദ്ദിസീങ്ങളും അതേപോലെ തന്നെ ദീനിൽ നിന്ന് മതവിധികൾ കണ്ടെത്തുന്ന മുജ്തഹിദീങ്ങളും മുസ്ലിം ഉമ്മത്തിന് കൃത്യമായി നസീഹത്ത് നടത്തുന്ന മുഅ്മിനീങ്ങളും ഇത് മുഴുവനുണ്ടാകും. ലാ തതഗയ്യറു ഫത്വാഹും വലാ തതഖല്ലബു അംസിജത്തുഹും, സലഫികളായ ആളുകൾ ഉലമാക്കൾ അവരുടെ ഫത്വയിൽ യാതൊരു മാറ്റങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയൂല. സമ്പന്നന്റെ മുന്നിൽ ഒരു ഫത്വ, ദരിദ്രന്റെ മുന്നിൽ മറ്റൊരു ഫത്വ, ഈ നാട്ടിൽ ഒരു ഫത്വ, അപ്പുറത്ത് മറ്റൊരു ഫത്വ, തോന്നുന്നതിനനുസരിച്ച് മാറ്റമുണ്ടാകൂല. അവരുടെ മാനസികാവസ്ഥയിൽ യാതൊരു ഇളക്കവും അങ്ങോട്ടും ഇങ്ങോട്ടും കുഴഞ്ഞു മറിച്ചിലും ഉണ്ടാകൂല. ഇദാ ജറഹു മുബ്തിലൻ അസ്ഖതു വലൗ കാന അർഫഅൻ നാസ്, സലഫുകളായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ ഏതെങ്കിലും ഒരു അസത്യവാദിയായ ദീനിന് വിരുദ്ധമായി പോകുന്ന ഒരു വ്യക്തിയെ അവർ ദീനിന് പറ്റാത്ത ആളാണ്, അവൻ്റെ വഴി തെറ്റാണ് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ പിന്നെ തകർന്നു. എത്ര ഉയർന്നവനാണെങ്കിലും, യൂസുഫുൽ ഖർലാവിയാണെങ്കിലും സയ്യിദ് ഖുതുബാണെങ്കിലും നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട ഖുറാഫി മൗലവിമാരെ തലപ്പത്തുള്ള തലവനാണെങ്കിലും അഹ്ലുസുന്നത്തിന്റെ ഒരു പണ്ഡിതൻ പറയാണ് അവൻ ബാത്തിലിൻ്റെ ആളാണ്, അവൻ സത്യത്തിന് വിരുദ്ധനാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ കാര്യം കഴിഞ്ഞു. അവനെ ആ പറയുന്ന മനുഷ്യനെ പിന്നെ സലഫികളായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ തിരിഞ്ഞു നോക്കുകയില്ല. ഷെയ്ഖ് മുഖ്ബിലുൽ വാദിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, മൻ സഫഅഹു അഹ്ലുസുന്നത്തി മസ്തതഅ അൻ യഖൂം, അഹ്ലുസുന്നയുടെ ആളുകൾ ഉലമാക്കൾ ഒരാൾ ബാത്തിലിൻ്റെ ആളാണ് എന്ന് പറഞ്ഞ് അവൻ അടിച്ച് താഴ്ത്തിയാൽ പിന്നെ തല ഉയർത്താൻ അവന് കഴിയുകയില്ല. വഇദാ റഅൂ ബാത്തിലൻ ബയ്യനു, സലഫികൾ ആരെടുത്തൊരു തെറ്റ് കണ്ടു എന്നുണ്ടെങ്കിലും അത് തെറ്റാണ് എന്ന് കൃത്യമായി വിവരിച്ചു കൊടുക്കും. വലം യൽതഫിതു ഇലാ സഖതി അഹദിൻ മിനൻ നാസ്, ആളുകൾ കോപ്പിച്ചോ, ആളുകൾക്ക് പറ്റിയില്ലേ, അതവർ തിരിഞ്ഞു നോക്കുകയല്ല. ഇമാമുഹും മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം, സലഫികളുടെ ഇമാമ്, അവരുടെ നേതാവ് അള്ളാഹുവിൻ്റെ റസൂലാണ്. വത്വരീഖതുഹും മാ കാന അലൈഹി മുഹമ്മദുൻ വഅസ്ഹാബുഹു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും ആ റസൂലിൻ്റെ അനുചരന്മാരുടെയും വഴി ഏതായിരുന്നോ, അവരെന്ത് വിശ്വസിച്ചു, അവരെങ്ങനെ ഇബാദത്ത് ചെയ്തു, അവരെങ്ങനെ ദഅവത്ത് നടത്തി, അവരെങ്ങനെ ഇൽമു പഠിച്ചു, എങ്ങനെ പഠിപ്പിച്ചു, അവരുടെ സ്വഭാവം, അവരുടെ ഇടപാട്, ഇത് കൃത്യമായി പാലിക്കുന്നവരാണ് സലഫികൾ. ദഅവത്തുഹും ളാഹിറുഹാ കബാത്തിനിഹാ, സലഫികളുടെ ഉള്ളും പുറം ഒരുപോലെയായിരിക്കും. അവർ ഉള്ളിൽ എന്താണോ ആദർശം വിശ്വാസം അത് പുറത്ത് കാണിക്കും, പുറത്ത് കാണിക്കുന്നത് എന്താണോ അത് തന്നെയായിരിക്കും ഉള്ളിലും. ലൈസത് ഫീ ദഅവതിഹിം മുതാജറത്തുൻ ബി അർവാഹിൽ മുസ്ലിമീൻ, സലഫികളുടെ പ്രബോധനത്തിൽ മുസ്ലിമീങ്ങളുടെ ആത്മാക്കളെ കൊണ്ട് അവരുടെ ജീവൻ കൊണ്ടുള്ള കച്ചവടം നടക്കൂല. ഗസ പോലത്തെ ഫലസ്തീൻ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ മുസ്ലിം ഉമ്മത്തിന് പിടിപെട്ട ദുരിതങ്ങൾ 10-15 മാസത്തോളം ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവിടെയുള്ള മുസ്ലിമീങ്ങളായ സഹോദര സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, പ്രായം ചെന്നവർ, അവരുടെ സമ്പത്തുകൾ, വീടുകൾ അത് മുഴുവൻ തരിപ്പണമാക്കാൻ ശത്രുക്കൾക്ക് കൂട്ടുനിന്ന ഈ പറയുന്ന ഇഖ്വാനികളെപ്പോലത്തെ, ഹിസ്ബികളെപ്പോലത്തെ, ലലാലത്തിൻ്റെ ആളുകളെപ്പോലത്തെ പണി സലഫികൾ ചെയ്യുകയില്ല. എന്നിട്ടവർ പറയാണ് ഗസ വിജയിച്ചു, അവിടെയുള്ള ഫലസ്തീനികൾ വിജയിച്ചു, ഈ പറയുന്ന ദുരിതങ്ങൾ മുഴുവനുണ്ടായി. അലി റംലി ഹഫിളഹുല്ല ഈ പറയുന്ന ഇവരുടെ ഈ ഹിസ്ബികളെ, ഇഖ്വാനികളുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ പറഞ്ഞ വാക്ക്, ഫലസ്തീനികൾ ദുആ ചെയ്യാണ്, ഞങ്ങൾക്ക് ഈ ഗതികേട് വരുത്തിവെച്ചിട്ട് ഞങ്ങൾ വിജയിച്ചു എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ ലഭിച്ചതുപോലത്തെ ഒരു വിജയം ആ പറഞ്ഞവർക്കും അവരുടെ കുടുംബത്തിനും ലഭിക്കട്ടെ, അവർ നാമീൻ പറയട്ടെ, അവർ നാമീൻ പറയട്ടെ. ഇന്ന് നമ്മുടെ നാട്ടിലെ ഇഖ്വാനികളും ഹിസ്ബികളും പറഞ്ഞു നൽകുകയാണ് ഗസ വിജയിച്ചു, ഈ പറയുന്ന 10-15 മാസം ഈ ദുരിതങ്ങൾ മുഴുവനും അവർ വന്നു വരുത്തിയിട്ട് അവർ വിജയിച്ചു. അവരോട് നമുക്കും പറയാനുള്ളത് ഇത് തന്നെയാണ്. ഗസ വിജയിച്ചു എന്നുണ്ടെങ്കിൽ
അവരുടെ ഭവനങ്ങൾ, അവരുടെ സമ്പത്തുകൾ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ ശരീരങ്ങൾ, അവരുടെ ഭൗതികവും ദീനിയും ദുന്യവിയുമായ സംവിധാനങ്ങൾ, പള്ളികൾ, സ്ഥാപനം തകർക്കപ്പെട്ടിട്ട് അവർ പറയാണ് ഗസ വിജയിച്ചു എന്ന് എവനെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അവനോടും പറയാനുള്ളത്, ഈ ഗസക്കാർ വിജയിച്ചതുപോലത്തെ ഒരു വിജയം നിനക്കും നിന്റെ കുടുംബത്തിനും ലഭിക്കട്ടെ. പറയൂ നീ ആമീൻ, പറയൂ നിങ്ങൾ ആമീൻ, ദുആ ചെയ്യ. നിങ്ങളിങ്ങനെ പറയാൻ തയ്യാറാകും. ഒരല്പബുദ്ധിയുള്ള മനുഷ്യന്മാർ, സലഫികൾ മുസ്ലിമീങ്ങളുടെ ജീവൻ കൊണ്ട് ഇതുപോലെ കച്ചവടം ചെയ്യൂല. വലാ തുബാഉ ഫീ അസ്വാഖിൽ നഖാസീൻ, അടിമ ചന്തകളിൽ മുസ്ലിമീങ്ങളെ കൊണ്ടുപോയി വിൽക്കപ്പെടുകയില്ല. വലാ യുരീദൂന മിനന്നാസി അജ്റൻ വലാ ജസാഅൻ വലാ ശുക്കൂറ. സലഫികൾ ആളുകൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, ആ ദഅവത്ത് നടത്തുമ്പോൾ ആളുകളിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലോ എന്തെങ്കിലും കൂലിയോ എന്തെങ്കിലും നന്ദി വാക്ക് പോലും ആളുകളിൽ നിന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്യുകയില്ല. ദുആഉഹും അസ്സബാത്ത്. സലഫികളാകുമ്പോൾ അവർക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാനുള്ളത്, തേടാനുള്ളത് എപ്പോഴും അള്ളാഹുവേ ഇതിൽ നീ ഞങ്ങളെ നിലനിർത്തി തരണമേ എന്നുള്ളതാണ്. അള്ളാഹുവേ ഇതിൽ നീ ഞങ്ങളെ നിലനിർത്തി തരണമെന്നുള്ളത്. ദഅവത്തുഹു വദഅവത്തുഹും തൗഹീദ്. അവർക്ക് പ്രബോധനം ചെയ്യാനുള്ളത്, അവരുടെ ദഅവത്തിന്റെ മുന്നിലും പിന്നിലും അതിൻ്റെ ഇടയിലും അവർക്ക് പറയാനുള്ളത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നുള്ളതാണ്. തൗഹീദുല്ലാഹിയിലേക്കാണ്. വഹദിയുഹും അസ്സുനൻ. അവർക്കുള്ള മാർഗം ആളുകൾക്ക് കാണിച്ചു കൊടുക്കാനുള്ളത്, അവർ സ്വീകരിച്ചത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും സഹാബത്തിൻ്റെയും ചര്യകളാണ്. വത്വരീഖത്തുഹും വത്വരീഖുഹും അൽ ഇത്തിബാ. അവരുടെ വഴി അള്ളാഹുവിൻ്റെ റസൂലിനെ, അവിടുത്തെ അനുചരന്മാരെ പിൻപറ്റുക എന്നുള്ളതാണ്. പുതിയതായിട്ട് എന്തെങ്കിലും ഇറക്കുമതി ചെയ്യുക എന്നുള്ളതല്ല. ഫലാ സനാഉൻ നാസി യഗുറുഹും. ആളുകൾ പുകഴ്ത്തി എന്ന് കരുതിയിട്ട് സലഫികൾ വഞ്ചിതരാകൂല. വലാ ദമ്മുഹും യുഗിമ്മുഹും. ആളുകൾ കുറ്റപ്പെടുത്തി എന്ന് കരുതിയിട്ട് മനസ്സിലൊരു ടെൻഷനും ഇല്ല, തന്നെ ഒരു വിഷമം ഉണ്ടാകൂല സലഫികൾക്ക്. അള്ളാഹുവിന് നമ്മോട് എന്തായിരിക്കും, അത് മാത്രമാണ് ചിന്ത. ലാ യദുറുഹും മൻ ഖാലഫഹും വലാ മൻ ഖദലഹും. സലഫികളോട് ആരെങ്കിലും എതിരായി അവർക്കൊരു ഉപദ്രവവുമില്ല. അവർക്ക് സഹായം ആവശ്യമുള്ള സമയത്ത് സഹായിക്കാതെ ആരെങ്കിലും അവരെ കൈയൊഴിഞ്ഞു, ഒരു പ്രയാസവുമില്ല. ഹത്താ യഅതിയ അംറുല്ലാഹി വഹും അലാ ദാലിക്. അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നത് വരെ, മരണം വരുന്നത് വരെ, ഖിയാമത്ത് നാൾ വരുന്നത് വരെ സലഫികൾ ആ മൻഹജിൽ കൃത്യമായി മുന്നോട്ട് പോകും. ഫലില്ലാഹി മാ അഅളമ ദഅവതഹും. ഈ പറയുന്ന സലഫി ദഅവത്ത് ഇത്ര മഹത്തമാക്കിയത് അള്ളാഹുവിനാണ് സ്തുതി. അതിൽ നമ്മൾ അത്ഭുതം കൂറുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ഈ മൻഹജ് പഠിക്കാനും ഇതിൽ മുന്നേറാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ, സഹായിക്കുകയും ചെയ്യുമാറാവട്ടെ.